സ്വപ്നത്തിലെങ്കിലും അതിന് സാധിക്കുന്നുണ്ടല്ലോ. സ്വപ്നത്തിൽ സാധിക്കും. എന്താ ഇതിങ്ങനെ? തളർന്നു പോകേണ്ട കാര്യം എന്താ? അതിനാണോ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്? വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ സംഭവങ്ങൾ കഴിഞ്ഞ് ശ്യാമ തിരിച്ചെത്തിയിട്ട് അമ്മയും മോളും തമ്മില് ഒന്ന് കാണുന്നതിന് മുമ്പേ വീണ്ടും. അവര് നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു മുത്തശ്ശി. അത് മനസ്സിലാക്കാൻ വൈകിപ്പോയി. അല്ലെങ്കിൽ പോലീസിന്റെ അകമ്പടിയോടെ തന്നെ ശ്യാമ മേഡത്തെ വീട്ടിലെത്തിക്കായിരുന്നു. ഇനിയിപ്പോ എന്താടാ ചെയ്യുക? ACP വിളിച്ചപ്പോൾ തന്നെ വിവരം പറഞ്ഞിട്ടുണ്ട്. അവരന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മരിച്ചു എന്ന് പോലും കരുതി ചിത വരെ കത്തിച്ചു. വല്ലാത്തൊരു യോഗം തന്നെ അല്ലേ അമ്മേ? അതേ പത്മിനി, യഥാർത്ഥത്തില് ഭാഗ്യദോഷികൾ ആരാ? നമ്മള്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ശ്യാമ തിരിച്ചു വന്നിരുന്നെങ്കിൽ നമ്മളെ സഹായിക്കാതിരിക്കുമായിരുന്നോ? അപ്പോ ശ്യാമ നമ്മളെ സഹായിക്കാൻ പാടില്ലെന്ന് ആരോ കരുതിക്കൂട്ടി തീരുമാനിച്ചതുപോലെയല്ലേ കാര്യങ്ങള്? അമ്മേ, അമ്മ പറഞ്ഞു വരുന്നത് ശ്യാമയെ കൊണ്ടുപോയതിന്റെ പിറകിൽ? എന്റെ മനസ്സില് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. ശരിയായിക്കൊള്ളണമെന്നില്ല. പാവൻ രാധിക മോള്, അവളെങ്ങനെയാ വീണ്ടും ഇത് താങ്ങുന്നത്? വീട്ടിലേക്ക് പോകാൻ വിളിച്ചിട്ടും രാധിക തയ്യാറായിരുന്നില്ല. ആ റോഡി വീണ് കരയായിരുന്നു അവള്. കണ്ടു നിൽക്കാൻ പറ്റണ്ടായിരുന്നില്ല. അത്രയ്ക്ക് സങ്കടമായിരുന്നു. ചെയ്തത് ആരായാലും ദൈവം അവരെ വെറുതെ വിടില്ല. നോക്കിക്കോ, ഒരു കാലത്ത് ഇതൊക്കെ നമ്മൾ തിരിച്ചറിയും. അന്വേഷണമൊക്കെ വളരെ വേഗത്തിൽ തന്നെ നടക്കുന്നേ. മാത്രമല്ല, ശ്യാമ മേഡത്തിന്റെ ആരാധകർ പല ഭാഗങ്ങളായിട്ട് സംഘടിച്ചിട്ടുണ്ട്. അവർ സ്വതന്ത്രമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണത്തിന് വേണ്ടി പോലീസിലും സർക്കാരിലും ഫോഴ്സ് ചെയ്യുന്നുണ്ട്. ശ്യാമ മേഡത്തിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുമെന്ന് തന്നെ പ്രതീക്ഷ. ഈശ്വര, അങ്ങനെ സംഭവിക്കട്ടെ. അതുവരെ ശ്യാമയുടെ ആയുസ് കാത്തോളണേ.
ഭഗവാനെ, എന്റെ അമ്മ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയാം. അമ്മയുടെ ആയുസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്കിപ്പോ കഴിയുള്ളൂ. അമ്മ എവിടെ ആയാലും ഭഗവാൻ അമ്മയെ കാത്തു രക്ഷിക്കണം. എത്ര നാൾ കഴിഞ്ഞിട്ടായാലും എനിക്ക് ചുറ്റും തളർന്നും തകർന്നും കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ മുൻപിൽ ഇപ്പൊ ഞാൻ ആത്മവിശ്വാസത്തോടെ നിന്നേ പറ്റൂ. വരുണ്ണൻ, കണിമംഗലത്തെ അച്ഛനമ്മമാര്, മുത്തശ്ശി, അവരൊക്കെ ജീവിപ്പിക്കേണ്ടത് എന്റെ ആത്മവിശ്വാസത്തില്. അവരുടെ മുന്നിൽ തളർന്നു പോവാതിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണം. സ്വന്തം വേദനകൾ ഓർത്ത് കരയുന്ന പെണ്ണാവാൻ എനിക്ക് പറ്റില്ല. അവരെ ഓർത്ത് എനിക്ക് കരുത്ത് കാണിച്ചേ പറ്റൂ. ഇടരാതെ നിൽക്കാൻ അങ്ങയുടെ കരുണയുണ്ടാവണം. ഒരു ഉന്മേഷമില്ലാതെ ഇന്നലെ ഉറക്കത്തിൽ കിടന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്താ? അച്ഛനും അമ്മയും മുത്തശ്ശിയും വിളിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അവരെ സമാധാനിപ്പിക്കുന്ന പോലെ. സ്വപ്നത്തിലെങ്കിലും അതിന് സാധിക്കുന്നുണ്ടല്ലോ. സ്വപ്നത്തിൽ സാധിക്കും. എന്താ ഇതിങ്ങനെ? തളർന്നു പോകേണ്ട കാര്യം എന്താ? അതിനാണോ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്? ഞാൻ നോക്കിയിട്ട് വരാം.